തമിഴ് കലണ്ടർ പ്രകാരം തമിഴ്നാട്ടിൽ അഗ്നി നക്ഷത്രം അഥവാ കനത്ത വേനൽ ചൂട് ആരംഭിക്കുന്നത് മെയ് 4-ാം തീയതിയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എണ്ണുന്നതും അതേ ദിവസം തന്നെയാണ്. അടുത്ത 5 വർഷത്തേക്ക് തമിഴ്നാട് ഭരിക്കാൻ പോകുന്നത് ആരാണെന്ന് ആ ദിവസം നമുക്കറിയാൻ കഴിയും. എന്നാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ താപനില അതിനും വളരെ മുൻപ് തന്നെ ഉച്ചസ്ഥായിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് കാരണം തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 23-ാം തീയതിയാണ്. അയൽ സംസ്ഥാനങ്ങളായ കേരളത്തിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് നടന്ന് ഏകദേശം 14 ദിവസങ്ങൾക്ക് ശേഷമാണത്. സാധാരണയായി ഭൂമിശാസ്ത്രപരമായ അടുപ്പവും ഭരണപരമായ കാരണങ്ങളും കൊണ്ട് കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒരുമിച്ചാണ് വോട്ടെടുപ്പ് നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഈ തെക്കൻ ക്ലസ്റ്റർ തകർക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പുതുച്ചേരിയിലും കേരളത്തിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉടൻ നടക്കും. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മാർച്ച് 30-ാം തീയതി ആരംഭിക്കും. അതിനർത്ഥം പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും സീറ്റ് വിഭജനം ചർച്ച ചെയ്തു തീരുമാനിക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും സമയമുണ്ട് എന്നാണ്. ഏത് പാർട്ടി എവിടെ നിന്ന് മത്സരിക്കും, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ, അതിന് ധാരാളം വിലപേശലും ചർച്ചകളും വേണ്ടിവരും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് DMK സഖ്യം അവരുടെ സഖ്യകക്ഷികളുമായി എന്താണ് പങ്കിടാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഏറെക്കുറെ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നു. അതേസമയം BJPയുടെയും AIADMKയുടെയും മറ്റ് പങ്കാളികളുടെയും NDA സഖ്യം ഇപ്പോഴും ആദ്യ ചുവടുകൾ വെക്കാനിരിക്കുന്നതേയുള്ളൂ. റിപ്പോർട്ടുകൾ പ്രകാരം AIADMKയുമായി ചർച്ച നടത്തുന്നതിനേക്കാൾ BJPയുമായി ചർച്ച നടത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് TTV ദിനകരന്റെ AMMK പാർട്ടി പ്രസ്താവിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ടെങ്കിലും ഈ നീണ്ട പ്രചാരണ കാലയളവിന് 2-3 ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. TVKയെ തങ്ങളുടെ സഖ്യത്തിൽ ചേരാൻ പ്രേരിപ്പിക്കാൻ NDA ഈ കാലയളവ് ഉപയോഗിക്കുമെന്ന് DMKയും സഖ്യകക്ഷികളും സംശയിക്കുന്നു. CBIക്ക് മുന്നിൽ 3-ാം തവണ ഹാജരായ ശേഷവും വിജയ് ഇതുവരെ സഹകരിച്ചിട്ടില്ല. വാസ്തവത്തിൽ അദ്ദേഹം ഒരു തുറന്ന വാഹനത്തിൽ നാടകീയമായി എത്തി ജനക്കൂട്ടത്തെ കൈവീശി കാണിച്ചു. ജനക്കൂട്ടവും അദ്ദേഹത്തിന്റെ ആരാധകരും അദ്ദേഹത്തെ പൊതിയുന്ന ഒരു തമിഴ്നാട്ടിൽ അങ്ങനെയൊന്ന് സമ്പവിക്കുന്നത് സങ്കല്പിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ അതെ, താൻ ഭയന്നു പിന്മാറാൻ പോകുന്നില്ലെന്നും തനിക്ക് ഭയമില്ലെന്നും സൂചിപ്പിക്കാനായിരിക്കാം അദ്ദേഹം അങ്ങനെയൊരു ആംഗ്യം കാണിച്ചത്. അതുകൊണ്ട് വരുന്ന 38 ദിവസങ്ങളിൽ ഒരുപാട് വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും പ്രതീക്ഷിക്കാം. അതിൻ്റെ എല്ലാം നടുവിൽ എല്ലാ സംഭവങ്ങളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങളും ഉണ്ടാകും.